ഇന്നതേ നമ്മുടെ പ്ലാവിൽ ഒരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാനായിട്ട് ഇറങ്ങിയതാട്ടെ ഞങ്ങൾ. ഈ ഒക്ടോബർ മാസത്തിൽ നാടൻ പ്ലാവുകളിലൊന്നും ചക്ക ഉണ്ടാവില്ലേ, വിയറ്റ്നാം മരലിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് വിയറ്റ്നാം മരലി ആയതുകൊണ്ടാണ് നമുക്ക് ഈ സമയത്ത് ചക്ക കിട്ടുന്നത്. അപ്പോൾ ഒരാഴ്ചക്ക് മുമ്പേ തന്നെ ഇത് നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ പൊട്ടൽ വന്ന കാരണം തന്നെ നമ്മളിത് ഈച്ചകളൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കവർ ചെയ്ത് വെച്ചു. പക്ഷെ ആ കവർ ചെയ്ത് വെച്ചു കൊടുത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ ചീച്ചലൊക്കെ വന്നു. അതുപോലെ തന്നെ ഈ പൊട്ടൽ നല്ല വലുതാവുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി എന്തായാലും നമുക്ക് ഇത് നിർത്താൻ പറ്റില്ല, നമുക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നൊരു ചക്കയാണ്. അത് കാരണമാണ് നമ്മളത് പൊട്ടി സമയത്ത് വേഗം കവറൊക്കെ ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയ്ക്കൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അത് കാരണം തന്നെ അത് ഞങ്ങൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ ചക്കയുടെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ഇങ്ങനെ ചീച്ചിൽ വന്നുള്ളൂ. കൂടുതൽ ഭാഗത്തേക്കൊന്നും അങ്ങനെ ചീച്ചിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ വിയറ്റ്നാം മരലി ചക്കയ്ക്കൊക്കെ അത്യാവശ്യം നല്ല മധുരമായിട്ട് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചക്കയും കൂടിയാണിത്.